ഹോർമോൺസിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ടിട്ട് നമുക്ക് ചില ദേഷ്യോ വിഷമം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കൂടെ കുറച്ച് കൂടുതലായിരിക്കും മറ്റ് സ്വഭാവങ്ങളെക്കാളും ഒക്കെ. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവാം. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഇപ്പൊ നേരത്തെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് എല്ലാവരുടെ അടുത്തും ഭയങ്കര നല്ല ഒച്ചയായിട്ടൊക്കെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നോയൊന്നും പറയാതെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കും. അവർക്ക് വിഷമമുണ്ടല്ലോ, പാവം, ഞാൻ എല്ലാം സമ്മതിച്ചേക്കാം. എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞ ഞാൻ ചെയ്തോളാം. നമുക്ക് അങ്ങനെ എല്ലാം അങ്ങനെ പഠിച്ചോ, എല്ലാം യെസ് പറഞ്ഞാ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാണ്. അങ്ങനെ പറഞ്ഞു പോയതിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം അനുഭവിക്കേണ്ടി വന്നെന്ന് വിചാരിച്ചോ. പിന്നീട് നമ്മൾ ഒരാൾ ഇതേപോലെ ചോദിക്കുമ്പോ യെസ് പറയോ? ഇല്ല. അപ്പൊ ഒരു നോ പറയാനൊക്കെ ഉള്ള ഒരു ഇത് വരും. അപ്പൊ നമ്മളുടെ പാസ്റ്റിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസും നമ്മളുടെ സ്വഭാവത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ മറ്റുള്ളവരോട് എന്ത് പറഞ്ഞാലും അവരെന്ത് ചോദിച്ചാലും നമ്മൾ യെസ് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ പഠിച്ചു, ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചപ്പോഴേക്കും നമുക്കത് നഷ്ടമായി. അപ്പൊ നമ്മൾ പുറമെ എന്ത് ബിഹേവിയർ ആയിരിക്കും കാണിക്കുക? നോ, അല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കും, അല്ലെങ്കിൽ അവരോട് മിണ്ടാണ്ടാവും, അല്ലെ? അപ്പൊ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസും നമ്മളുടെ ബിഹേവിയറിന്റെ ഒരു കോസ് ആണ്. പിന്നെയുള്ളതാണ് നമ്മളുടെ എൻവയൺമെന്റിന്റെ ഇൻഫ്ലുവൻസ്. നമ്മൾ എവിടെയാണോ ഉള്ളത് അതിന് ചുറ്റുമുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് നമ്മളെ അഫക്ട് ചെയ്യും, അല്ലെ? ചിലവരെങ്ങനെയാ അവരുടെ കൂടെ ഒന്ന് ഇപ്പൊ കുട്ടികളുടെ കാര്യം നോക്കാം. സ്കൂളില് ഒരു കേസ് വന്നത് പറയാം. ഒരു +1 പഠിക്കുന്ന ആൺകുട്ടിയും അമ്മയും കൂടിയാണ് കൗൺസിലിങ്ങിന് വന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മ ഭയങ്കര കരച്ചില്ല. അപ്പൊ മോനെ പുറത്ത് നിർത്തിയേക്കാണ്. അമ്മ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇടയ്ക്കൊന്ന് പോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ ആരും ലീവ് ചെയ്യണ്ട, ഞാൻ ഒന്നും കൂടി റീജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോ ഈ അമ്മയും മോനും കൂടി വന്ന് അമ്മ ഭയങ്കര കരച്ചില്ല, മോൻ പുറത്ത് വെക്കുക. അപ്പൊ അമ്മേനോട് ചോദിച്ചു എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എനിക്കിനി ഇവനെ വേണ്ട, ഇവനെന്റെ മോനാവാൻ ഒരു അർഹതയും ഇല്ല. അപ്പൊ അച്ഛൻ നേരത്തെ മരിച്ചുപോയി, അമ്മയാണ് ഈ മോനെ വളർത്തിയതൊക്കെ. അപ്പൊ ഭയങ്കര അമ്മ വിഷമിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഈ മോനെ വേണ്ട, ഞാൻ പറയുന്നതൊന്നും ഇവൻ കേൾക്കുന്നില്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല ഇവൻ വളർന്നത്, ചെറുപ്പത്തിലേക്ക് ഇവൻ വളരെ നല്ല കൊച്ചായിരുന്നു, ഇപ്പോ ഈ സമയത്ത് അവൻ ഇത്രയും മോശപ്പെട്ട ഒരാള് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ദേഷ്യമൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് കൗൺസിലിംഗ് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടല്ലേ വിളിക്കുക. അപ്പൊ ആദ്യം അമ്മ വന്നു പോയതിനു ശേഷം നമ്മൾ മോനകത്തേക്ക് വിളിച്ചു. അപ്പൊ മോനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നിരിക്കുന്ന സമയത്ത് മോനും കരയാൻ തുടങ്ങി. അപ്പൊ സാധാരണ നമ്മൾ നോക്കി ഇപ്പോഴത്തെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആരെങ്കിലും? ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പോ ഈ മോനും കരയാനായിട്ട് തുടങ്ങി. അപ്പൊ മോനോട് നമ്മൾ ചോദിച്ചു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അമ്മയ്ക്ക് എന്നെ ഇപ്പൊ ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നെ വേണ്ടാന്നൊക്കെ പറയണേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അമ്മ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ കാരണം കേൾക്കണമല്ലോ. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴേക്കും മോൻ പറഞ്ഞത് അവൻ +1 പഠിക്കുന്നത്. അപ്പൊ +1 പഠിക്കുന്ന സമയം ഇവന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ബിയർ കുടിക്കും. ഓക്കെ, ഇവന്റെ +1 ഇവന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ബിയർ കുടിക്കും. അപ്പൊ ഇവനത് നന്നായിട്ട് അറിയാം ഇവർ ബിയർ കുടിക്കും എന്നുള്ളത്. അപ്പൊ ഒരു ദിവസം ഇവൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇവന്റെ ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ ബർത്ത്ഡേ എവിടെയെങ്കിലും വെച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് നടത്താനാണ് അവരുടെ പ്ലാൻ. അപ്പൊ ഇവൻ ചോദിച്ചു അമ്മയുടെ അടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തിയാലോ അമ്മ, നമുക്ക് ഇവിടെ കേക്ക് കട്ട് ചെയ്യാം, നമുക്ക് അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നീ എന്റെ പണി കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു ഇവിടെ ബർത്ത്ഡേ ഒന്നും നടത്താൻ പറ്റൂല, നിങ്ങൾ എവിടെയാന്ന് വെച്ചപ്പോ നടത്തിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ അടുത്ത് ഇവിടെ നടത്താന്ന് പറഞ്ഞപ്പോ അമ്മ സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനെ ഇവര് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ആ ബർത്ത്ഡേ നടത്തിയത്. ഓക്കെ, ആ ബർത്ത്ഡേ നടത്തുന്ന സമയത്ത് അവിടെ കുടിച്ചിട്ടാണ് അവൻ ബർത്ത്ഡേ കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നത് കുടിച്ചിട്ടാണ്. ഓക്കെ, ഈ പ്രശ്നമാണ് അമ്മേനെ അലട്ടുന്നത്. ഈ മോൻ ബിയർ കുടിച്ചിട്ടാണ് തിരിച്ച് വന്നത്, ഇതാണ് അമ്മയുടെ പ്രശ്നം. അപ്പൊ മോനോട് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോ മോൻ കരയാൻ തുടങ്ങി, ശരിക്കും കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനില്ലാഞ്ഞിട്ടും അമ്മയാണ് ഇത്രയും നാള് എന്നെ പൊന്നു പോലെയാണ് നോക്കി വളർത്തിയത്. അപ്പോ ഇവൻ പറയുന്നത് ഇവൻ അറിയായിരുന്നു ഇവൻ മറ്റൊരു സ്ഥലത്താണ് ബർത്ത്ഡേ നടത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബിയറും ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഇവൻ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവൻ നമ്മുടെ വീട്ടിൽ നടത്താന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അമ്മ അത് അലൗ ചെയ്യില്ല.
അപ്പോ ആ സാധനങ്ങൾ വീട്ടിൽ വാങ്ങിയില്ലല്ലോ. അപ്പൊ അവൻ അതിൽ ഇൻക്ലൂഡ് ആവാതിരിക്കാം. അതുകൊണ്ടാണ് ഇവൻ അമ്മയുടെ അടുത്ത് നമുക്ക് ഇവിടെ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അമ്മ അത് നിരസിച്ചത് കൊണ്ടാണ് മറ്റു സ്ഥലത്ത് പോയിട്ട് അപ്പൊ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടി. അപ്പൊ ഇവന് കുടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവൻ കുടിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇവനെ കളിയാക്കും, ഒറ്റപ്പെടുത്തും. അല്ലെ, ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് ഒറ്റപ്പെട്ടിരിക്കുമ്പോ ആലോചിച്ചൊക്കെ. അപ്പൊ അത്രയും ഫ്രണ്ട്സ് ഗ്യാങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവിടെ ഫിറ്റിൻ ആവാൻ വേണ്ടി, ആ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവനും ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു. അപ്പൊ ഇതായിരുന്നു പ്രശ്നം. അപ്പൊ പിന്നെ നമ്മള് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ ഇവൻ ഇതിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണ്ട, ഇവന് അമ്മയുടെ അടുത്ത് സംസാരിച്ചാൽ മാത്രം മതി. പക്ഷെ അമ്മ അത് കേൾക്കാനായിട്ട് തയ്യാറല്ല. അപ്പൊ ഇവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചില സമയത്ത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, അമ്മ സംസാരിക്കാൻ എന്താ ചെയ്യാ. അപ്പൊ അവൻ ഒരു ദിവസം വീട്ടിലെ പണിയൊക്കെ ചെയ്തു വെച്ചു അമ്മ സംസാരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ എന്നിട്ടും അമ്മ സംസാരിച്ചില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അവർ ഓക്കെ. അപ്പൊ ഇതില് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാ, അപ്പൊ ആ കുട്ടി എന്തുകൊണ്ടാ കുടിച്ചേ, ആ ചുറ്റുമുള്ള ആ ഫ്രണ്ട്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാ. അപ്പൊ ചില സമയത്ത് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ഈ ചുറ്റുപാട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്ന് പെട്ടു. അപ്പൊ നമ്മുടെ ബിഹേവിയർ അതനുസരിച്ച് മാറും. നേരത്തെ കുടിക്കില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുടിച്ചെങ്കിൽ ആ ഒരു ബിഹേവിയറിന് കാരണക്കാരായത് ആ ചുറ്റുമുള്ള എൻവയൺമെന്റ് അല്ലേ. അപ്പൊ ഇതേപോലെ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ എൻവയൺമെന്റിൽ ഇതിന് പറ്റും. അതുപോലെ ഇപ്പൊ നമ്മള് ഇപ്പോ ചില ക്യാമ്പ് ഒക്കെ നടത്തൂല്ലോ. ഇപ്പൊ യോഗ സംബന്ധമായ ക്യാമ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, 2 days 3 days ഒക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഭയങ്കര ടെൻഷനും അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആളുകള് എപ്പോഴും പുറമെ ഭയങ്കര വെറിയിങ് ആണെന്ന് വിചാരിച്ചു, വേറെ ഡിസോർഡർ ഒന്നല്ല, അല്ലാതെ ഇടക്കിടക്ക് വരുന്ന സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ക്യാമ്പിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം അവിടുത്തെ ആളുകള് അവിടെ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഇതേപോലെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മളുടെ ബിഹേവിയറിനെ ഈ എൻവയൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, പിന്നെയുള്ളതാണ് സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ്. സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ കൊണ്ടിട്ട് ചില ബിഹേവിയർ ചേഞ്ച് നമുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂവിന് പോവാണ്. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണ് ഒന്നാമത് വീട്ടിൽ നിന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ആ സമയത്ത് ഒരു യൂബർ ഓട്ടോ വിളിച്ചു എന്ന് വിചാരിക്കാം. ആ ഓട്ടോ പതുക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരും. കാരണം നമ്മൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഒന്നാമത് ലേറ്റ് ആയി, അതുകൊണ്ടാണ് ഓട്ടോയിൽ കയറി. ബസ്സിൽ കയറാതെ ഓട്ടോയിൽ കയറാതെ കുറച്ചും കൂടി സ്പീഡിൽ എത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. ഓട്ടോക്കാരനാണെങ്കിൽ ആമനെക്കാളും പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായ ഒരു ഇത് കാരണമാണ് നമുക്ക് ദേഷ്യം വന്നത്, ആ ഒരു ബിഹേവിയർ പുറത്തേക്ക് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബിഹേവിയർ ഉണ്ടാവാൻ പല കോസസ് ഉണ്ട്. ബയോളജിക്കൽ, ജനറ്റിക്, പിന്നെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസസ്, സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇനി ABA തെറാപ്പിയില് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടും ബിഹേവിയറും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അപ്പോൾ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു മോഡൽ ഉണ്ട്. ഓക്കെ, ആ മോഡലിന്റെ പേരാണ് ABC മോഡൽ. ഓക്കെ, ABC മോഡൽ ഓഫ് ബിഹേവിയർ എന്നാണ് അതിനെ പറയാം. ഓക്കെ, ഇതില് A എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റ് ആണ്. ഓക്കെ, A എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റ്, B ബിഹേവിയർ ആൻഡ് C കോൺസിക്വൻസ്. ഓക്കെ, A എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റ്, B ബിഹേവിയർ, C കോൺസിക്വൻസ്. നമ്മൾ AB എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു മോഡലാണ് ABC മോഡൽ. ഇതില് ആന്റിസിഡന്റ് ആന്റിസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഞാൻ കരയാണെന്ന് വിചാരിച്ചു, ഭയങ്കരമായിട്ട് കരയാണ്. ഈ കരയണേന് ഒരു കാരണം ഉണ്ടാവൂലേ. ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്, ദേഷ്യം കാണിക്കേണ്ട കരയണമുണ്ട്. അപ്പൊ ചിലപ്പോ എനിക്ക് വിശന്നിട്ടായിരിക്കും ഞാൻ കരയണേന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഈ കരയണേന്റെ തൊട്ടു മുന്നേ, ആ ഒരു ബിഹേവിയറിന് തൊട്ടു മുന്നേ എന്താണോ സംഭവിച്ചത് അതിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയാം. ഓക്കെ, നമ്മളൊരു ബിഹേവിയർ കാണിക്കുന്നതിന്റെ തൊട്ടു മുന്നേ നടന്ന സിറ്റുവേഷൻ. ഇപ്പൊ ഒരു കുട്ടി കരയാണ്, അപ്പൊ എന്താ കരഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ പറയാണ്, എനിക്ക് അമ്മ ലേസ് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്റിസിഡന്റ് എന്താ, ആ ലേസ് വാങ്ങി കൊടുക്കാത്തതാണ് ആ കുട്ടിയുടെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ആന്റിസിഡന്റ്. ഓക്കെ, നമ്മൾ സാധനം നിരസിച്ചു, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റിയില്ല, അതുകൊണ്ടാണ് ആ കുട്ടി ആ ബിഹേവിയർ ചെയ്യുന്നത്. അപ്പോ A എന്ന് പറഞ്ഞാൽ ആന്റിസിഡന്റ്. ഇനി B എന്ന് പറഞ്ഞാൽ ബിഹേവിയർ. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ കുട്ടിക്ക് ലേസ് വാങ്ങി കൊടുത്തില്ല,
ആന്റിസിഡന്റ്. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി, വാശി പിടിക്കാൻ തുടങ്ങി. അതല്ല പുറമേ കാണിച്ച ബിഹേവിയർ. കുട്ടി ഒരു കടയിൽ ചെന്നപ്പോ താഴെ കിടന്ന് ഉരുളുക, വാശി പിടിക്കുക, അമ്മയുടെ ഷോള് പിടിച്ച് വലിക്കുക. അപ്പൊ അതാണ് ആ കുട്ടി കാണിച്ച ബിഹേവിയർ. അപ്പൊ അതാണ് ബിയിൽ വരിക. ഇനി സി ആണ് കോൺസിക്വൻസ്. കോൺസിക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഹേവിയറിന് ശേഷം തൊട്ടടുത്ത് എന്താണ് സംഭവിച്ചത്. ഇപ്പൊ ഒരുപക്ഷെ അമ്മ ആ ലേസ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവാം, അപ്പൊ കുട്ടി ഹാപ്പിയായി. ഓക്കെ, അതാണ് കോൺസിക്വൻസ്. ആ ബിഹേവിയറിന് ശേഷം ആ കുട്ടി ഹാപ്പിയായി. ചിലപ്പോ അമ്മ അതിന് പകരം വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വെർബലി സമാധാനിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു ബിഹേവിയറിന് ശേഷം ഉടനെ തന്നെ എന്താണോ നടന്നത് അതാണ് കോൺസിക്വൻസിൽ വരാം. ഓക്കെ, അപ്പൊ ABC മോഡൽ ഓഫ് ബിഹേവിയറിൽ എ എന്ന് പറഞ്ഞ ആന്റിസിഡന്റ്, ഒരു ബിഹേവിയറിന് തൊട്ട് മുൻപ് എന്താണോ നടന്നത് അതിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയാം. ബി എന്ന് പറഞ്ഞ ബിഹേവിയർ എന്താണോ മെയിൻ ആയിട്ട് കാണിച്ച റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തത് എങ്ങനെയാണോ അതാണ് ബി. സി കോൺസിക്വൻസ് എന്ന് പറഞ്ഞ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയറിന് ശേഷം എന്താണോ സംഭവിച്ചത് അതിനെയാണ് കോൺസിക്വൻസ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, അപ്പൊ ഇതാണ് ബിഹേവിയറിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തന്നെ ചിന്തിച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലേ നമ്മളുടെ ബിഹേവിയറും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് കൊണ്ടായിരിക്കും ഇങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ABA ഉള്ളത്. ഈ അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉള്ളത് നോക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ABC മോഡലിന്റെ ഒരു വർക്ക്ഷീറ്റ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി നമുക്ക് പറയാം. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ABA. അതിൽ ഫസ്റ്റ് ആണ് മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് ABAയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ABAയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ കോർ ഓഫ് ദ തെറാപ്പി എന്നൊക്കെ പറയുന്നത് മോട്ടിവേഷൻ ആണ്. ഓക്കെ, എന്താണ് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത്, അതാണ് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഒരാളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, ഒന്നല്ലെങ്കിൽ അത് ഒരു സ്വഭാവം കൂട്ടാനോ കുറയ്ക്കാനോ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഒരു എനർജി തരുന്ന എന്താണോ അതിനെയാണ് മോട്ടിവേഷൻ എന്ന് നമ്മൾ പറയാ, അല്ലെ? അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുത്തുന്നത്. ഓക്കെ, അപ്പൊ അത് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഒരെണ്ണം തന്നെ ആയിരിക്കില്ല, അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ ഒന്ന് ഡള്ളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോ രണ്ട് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ 2 ദിവസത്തേക്കൊക്കെ ഓക്കെ, 2 ദിവസമൊന്നുമല്ല, ചിലപ്പോ ഒരു 3 മണിക്കൂറത്തേക്ക് നമ്മൾ ഓക്കെ ആയിരിക്കും. അതിനുശേഷം പിന്നെ ഇരുന്ന് വിഷമിച്ച്, അല്ലെ? അങ്ങനല്ലേ? അപ്പൊ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് മൊമെന്റ് ടു മൊമെന്റ് ഇങ്ങനെ മാറിക്കൊണ്ടേക്ക് ഇരിക്കും. അപ്പൊ ഇവിടെ ABAയില് ഈ മോട്ടിവേഷൻ നമുക്ക് 2 രീതിയിൽ കാണാം. ഓക്കെ, അതിലൊന്നാണ് EO. ഓക്കെ, EO എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയാം. EO എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻ. AO ഉണ്ട്, അത് അബോളിഷിംഗ് ഓപ്പറേഷൻ. എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷനും ഉണ്ട്, പിന്നെ അബോളിഷിംഗ് ഓപ്പറേഷനും ഉണ്ട്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ്. അതിന് മുന്നേ റീഇൻഫോഴ്സർ എന്താണെന്ന് കൂടി പറഞ്ഞോട്ടെ. റീഇൻഫോഴ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ നിലനിർത്താനോ അല്ലെങ്കിൽ അത് നമ്മളുടെ അടുത്ത് നിന്ന് റിമൂവ് ചെയ്യിപ്പിക്കാനോ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് റീഇൻഫോഴ്സർ. ഓക്കെ, ഒരു ബിഹേവിയർ നിലനിർത്താനോ റിമൂവ് ചെയ്യിപ്പിക്കാനോ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റിമുലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്റ്റ്, അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സർ എന്ന് പറയാം. ഇപ്പൊ EOന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിശന്നിരിക്കാന്ന് വെച്ചാൽ, ഒരു കുട്ടി ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പൊ വിശന്നിരിക്കുന്ന കുട്ടീനെ സംബന്ധിച്ച് എന്തായിരിക്കും ആ കുട്ടി കാണിക്കുക പുറമെ? ഭക്ഷണം വേണം എന്നുള്ള ഒരു ഇതല്ലേ കാണിക്കുക പുറമെ. എനിക്ക് ഫുഡ് വേണം, എനിക്ക് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞായിരിക്കും ആ കുട്ടി പുറമെ കാണിക്കുക. അപ്പൊ ആ സമയത്ത് ആ കുട്ടീനെ തൃപ്തിപ്പെടുത്തുന്നത് എന്ത് കാര്യമാണ്? ആ കുട്ടീനെ തൃപ്തിപ്പെടുത്തുന്നത് എന്താ? ഭക്ഷണം കിട്ടിയാലാണ് ആ കുട്ടിക്ക് തൃപ്തി കിട്ടുള്ളൂ, അല്ലേ? അപ്പോ ഒട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല, ആള് ഭയങ്കര വിശന്നിരിക്കുക. അപ്പൊ വിശന്നിരിക്കുന്ന സമയത്താണ് ഈ ഭക്ഷണം വന്നത്. അപ്പൊ ഭക്ഷണം വരുമ്പോ ഈ കുട്ടി എന്ത് ചെയ്യും? കുറെ ഭക്ഷണം കഴിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് EO എന്ന് പറയാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് നമ്മളൊരു ബിഹേവിയറിന്റെ ഇപ്പൊ ആ കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഫുഡ്. ഓക്കെ, ആ ഒരു വിശപ്പ് എന്നുള്ള ഒരു സംഭവം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ട് ഭക്ഷണം എന്താ, റീഇൻഫോഴ്സർ ആണ്. അപ്പോൾ ഭക്ഷണം കൊടുത്തപ്പോഴേക്കും കുട്ടിക്ക് ഈ ഇത് വീണ്ടും വീണ്ടും വേണം എന്നല്ല തോന്നിയത്. അങ്ങനെ വീണ്ടും വീണ്ടും വേണം എന്ന് തോന്നുന്നതിനാണ് ഇ ഒ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എ ഒ എന്തായിരിക്കും? എ ഒ എന്ന് പറഞ്ഞാൽ അങ്ങനെ വീണ്ടും വേണ്ട എന്നുള്ളൊരു തോന്നലില്ലേ. ഇപ്പൊ ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്, ആ സമയത്ത് ഒരു ബിരിയാണി കൊണ്ടുവന്ന് തന്നു, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ഓൾറെഡി വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കഴിക്കാൻ പറ്റാത്തത്. അപ്പൊ അവിടെയും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് എന്താ? ഫുഡാണ്. അതൊരു റീഇൻഫോഴ്സറാ. നമ്മള് ഭക്ഷണമാണ് കൊണ്ടുവന്നത്, പക്ഷെ അതിന് വാല്യൂ ഇല്ല, കാരണം കുട്ടിക്ക് വിശപ്പില്ല, അതുകൊണ്ട് കുട്ടി കഴിച്ചില്ല. അപ്പൊ അത് വേണ്ടെന്നല്ലേ പറയുള്ളൂ. അതിനെയാണ് എ ഒ എന്ന് പറയാ. അപ്പൊ ഈ ഒ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണം, ഇനിയും വേണം എന്നുള്ള ഒരു ഇതിനെയാണ് എ ഒ എന്ന് പറഞ്ഞാൽ വേണ്ട. ഓക്കെ, അബോളിഷിങ് ഓപ്പറേഷൻ. ഇനി നെക്സ്റ്റ് വൺ ആണ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇതാണ് മോട്ടിവേഷൻ. ഇതൊക്കെ തിയോറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ABA. എന്നാലും നമുക്ക് ഇതിൽ നിന്നും ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നമുക്ക് കുറെ എക്സാമ്പിൾസ് ഒക്കെ വരും. അതുപോലെ നമ്മൾ കുട്ടീനെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കില്ലേ, ആ സമയത്ത് നമുക്ക് ഇതേപോലെ ഇപ്പൊ ആ കുട്ടീനെ എന്താ കൂടുതൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞു, ഒരു ബിഹേവിയർ നിലനിർത്താനോ റിമൂവ് ചെയ്യിപ്പിക്കാനോ പുറത്തുനിന്നുള്ള ഒരു സ്റ്റിമുലേനാണ് നമ്മൾ റീഇൻഫോഴ്സർ എന്ന് പറയാം. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് രീതിയിലാണ് ഉള്ളത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്ലസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു പ്ലസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി ഹോംവർക്ക് കറക്റ്റ് സമയത്ത് പൂർത്തിയാക്കി എന്ന് വിചാരിക്കാം. അപ്പൊ പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു പെൻ എടുത്തിട്ട് ഒരു സ്റ്റാർ കയ്യിൽ വരച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ കൊടുത്തു, സ്റ്റാറിന്റെ ഒരു സ്റ്റിക്കർ കൊടുത്തു. ഓക്കെ, ആ സ്റ്റിക്കർ കൊടുത്തു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അവനൊരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. അപ്പൊ കുട്ടി എന്തായിരിക്കും പിന്നെ ചെയ്യുക? പിന്നീടും അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യും. കാരണം എന്താ? കുട്ടിയുടെ ഉള്ളിൽ അറിയാ, ഞാൻ ഹോംവർക്ക് എത്രയും പെട്ടെന്ന് എഴുതി തീർത്തിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി തരും. ഓക്കെ, അതാണ് ആ കുട്ടിയുടെ മനസ്സിലുള്ളത്. അപ്പൊ അതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഒരു കുട്ടി ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതിപ്പോ ചിലപ്പോൾ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടാവാം, ചോക്ലേറ്റ് കൊടുത്തതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അപ്ലോസ് കൊടുത്തതായിരിക്കാം. ഓക്കെ, ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഏതെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള കണ്ടീഷൻ, ഏതെങ്കിലും അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് കൊച്ചിന് പഠിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അവൻ പഠിക്കുന്നില്ല, റിവൈസേ ചെയ്യുന്നില്ല. നാളെ എക്സാം ആണ്, ഇന്ന് റിവൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അപ്പൊ മടി കാരണം ഇങ്ങനെ നോക്കാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് പറയാണ് നീ പഠിച്ചാ ഞാൻ അടിക്കൂല, നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വഴക്ക് പറയില്ല എന്ന് പറയാം. അപ്പൊ വഴക്ക് പറയാന്നുള്ളത് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് അടി കിട്ടുന്നതോ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുന്നതോ വഴക്ക് പറയുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ അമ്മ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത്, നീ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അടി കിട്ടൂല എന്നാ പറഞ്ഞത്. അപ്പൊ അടി കിട്ടൂല എന്ന് ഉദ്ദേശിക്കുന്ന അൺപ്ലസന്റ് ആയിട്ടുള്ള ഈ വഴക്ക് പറയാ, അടി എന്നൊക്കെ ഉള്ളത് റിമൂവ് ചെയ്ത് തരാമെന്നാണ് ഈ കുട്ടീനോട് പറയുന്നത്. ഓക്കെ, പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. അപ്പൊ നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ അത് റിമൂവ് ചെയ്യാം. അപ്പൊ അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ എന്തെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നതോ ചോക്ലേറ്റ് കൊടുക്കുന്നതോ അങ്ങനെയുള്ള കാര്യം, പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതോ പറയുന്നതോ അതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഇത്രയും ക്ലിയർ ആണോ?
മെസ്സേജ് ഇടോ? ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഹലോ, ചോദിച്ചോ. നമ്മളിപ്പോ ഈ ABA പ്രിൻസിപ്പിൾസിൽ ആദ്യം മാഡം പറഞ്ഞത് മോട്ടിവേഷന്റെ കാര്യമല്ലേ പറഞ്ഞത്? മോട്ടിവേഷൻ, അതെ ABAയുടെ പ്രിൻസിപ്പിൾ. അബോളിഷിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ഓപ്പറേഷൻ പിന്നെ അബോളിഷിംഗ് ഓപ്പറേഷൻ അല്ലെ, 2 തരത്തിലുള്ളത് പറഞ്ഞു. അതെ. അപ്പൊ അതിന് എനിക്ക് ഒത്തിരി ക്ലാരിറ്റി അത് മാഡം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ലേ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു. ആ പേര് എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻ അബോളിഷിംഗ്, ആ പേര് ഫസ്റ്റ് തന്നെ മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞു. കാരണം അത് ഭയങ്കര കൺഫ്യൂസിങ് ആക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ എക്സാമ്പിളിന് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പോ എനിക്ക് എന്ത് കിട്ടിയാലാ തൃപ്തിയാവാ? ഭക്ഷണം കിട്ടിയാലല്ലേ എനിക്ക് തൃപ്തി കിട്ടുള്ളൂ. ഭക്ഷണം കിട്ടിയാലേ എനിക്ക് തൃപ്തി കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു റീഇൻഫോഴ്സ്മെന്റാ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുമെന്ന്. ചോക്ലേറ്റ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ കുട്ടി വീണ്ടും വീണ്ടും പഠിക്കാൻ. അപ്പൊ ഇവിടെ ഞാൻ വിശന്നിരുന്നപ്പോ എനിക്ക് ഭക്ഷണം തന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഞാൻ വീണ്ടും വിശന്നിട്ടുണ്ടെങ്കിൽ കഴിക്കണം എന്നുള്ളൊരു ഇതിനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിശന്നിരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോ ആ സമയത്ത് വിശപ്പ് കാരണം എനിക്ക് ഭക്ഷണം വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നി. ഇതിനെയാണ് എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാന്നല്ല, നമ്മളൊരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും വേണം എന്നുള്ള തോന്നൽ കൂടുതലായിരിക്കും. അതിനെയാണ് എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. അപ്പൊ ഒരാൾ എനിക്ക് വെള്ളം കൊണ്ടുവന്ന് തന്നാൽ ഞാനത് വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് എസ്റ്റാബ്ലിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പൊ സെയിം ഞാൻ ആദ്യം വെള്ളം കുടിച്ചു, പിന്നെയും വെള്ളം കുടിച്ചു, കുറെ നേരം ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പോയിന്റ് എത്തുമ്പോ എനിക്ക് മതിയാവും, അല്ലേ? മതിയാവും. അപ്പൊ പിന്നെ അയാൾ കൊണ്ടുവന്ന് എനിക്ക് വെള്ളം തന്നാ ഞാൻ പറയും എനിക്ക് വെള്ളം വേണ്ട, എന്റെ വയറ് നിറഞ്ഞു. അപ്പൊ അതിനെയാണ് അബോളിഷിംഗ് എന്ന് പറയാം. നമ്മളത് വേണ്ടാന്ന് പറയാണ്, അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അതിനെയാണ് അബോളിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പൊ എസ്റ്റാബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കത് വേണം, വീണ്ടും വേണം എന്നുള്ള ഒരു തോന്നല്. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം എന്നുള്ള തോന്നലാണ്. അഥവാ ഞാൻ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട, ജസ്റ്റ് വേണം വേണ്ട എന്നുള്ളതാണ് നമ്മൾ ഈ ഇഒ എയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായാ? ഇനി നെക്സ്റ്റ് വൺ ആണ് ഷേപ്പിംഗ്. അപ്പൊ നമ്മളിപ്പോ മോട്ടിവേഷനും പറഞ്ഞു, റീഇൻഫോഴ്സ്മെന്റും പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഷേപ്പിംഗ്. ഷേപ്പിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അവരെ ബെറ്റർ ആക്കാനായിട്ട് നോക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ലേ? അപ്പൊ അതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയാം. അപ്പൊ അവരുടെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു സ്ലോ പ്രോസസ് ആയിരിക്കാം. മേ ബി ചില കുട്ടികളുടെ സ്ലോ പ്രോസസ് ആയിരിക്കാം, ചില കുട്ടികൾക്ക് ഫാസ്റ്റ് ആയിരിക്കാം. ഇപ്പൊ വരയ്ക്കുന്ന കുട്ടിയാണെങ്കിൽ ഓൾറെഡി ഡ്രോയിങ് അറിയാം. അപ്പൊ നമ്മൾ കുറച്ച് ഈ എന്താ പറയാ, എന്തെങ്കിലും സീനറിയോ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു നോക്കിയേ, ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് നോക്കിയേ, ചിലപ്പോ ഇതിലും നല്ല ഭംഗിയുണ്ടാവും, നീ എന്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ അവന് ഓൾറെഡി ഇത് അറിയാവുന്നതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് അവനത് റിസൾട്ട് നമുക്ക് തരും, അല്ലേ? പക്ഷെ ചില കുട്ടികൾക്ക് അതൊന്നും അറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിപ്പിച്ച് പതുക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ കുഞ്ഞു സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുത്ത്, ഓക്കെ, അതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയാ. പതുക്കെ അവരുടെ ബിഹേവിയറിലോ അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയിലൊരു പതുക്കെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുക. അതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷൂലേസ് ടൈ ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഈ ഷൂലേസിൽ പിടിക്കാൻ പറയണം കുട്ടിയുടെ അടുത്ത്, പിന്നെ അതിങ്ങനെ ക്രോസ് ചെയ്യാൻ പറയണം, എന്നിട്ട് ലൂപ്പ് ഇടാനായിട്ട് പറയാ, അല്ലെ? അതിങ്ങനെ ടൈറ്റ് ആക്കാൻ പറയാം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞെടുക്കും. അപ്പൊ ആ കുട്ടി ആദ്യം ചെയ്യാൻ തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയല്ലടാ, ഇത് ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യില്ലേ? അപ്പൊ അതിനെയാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ കുഞ്ഞിതായിട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പൊതുവെ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഷേപ്പിംഗ്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഷേപ്പിംഗിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫിസിക്കലായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുക അല്ലെ. ചില കാര്യങ്ങൾ അവൻ ചെയ്യുന്നില്ല, കുട്ടി ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഹാൻഡ് ഓൺ ഹാൻഡ്, നമ്മൾ കുഞ്ഞിലെ കുട്ടികൾ ABCD ഒക്കെ എഴുതുമ്പോൾ എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, കൈ പിടിപ്പിച്ച് വീണ്ടും എഴുതിപ്പിക്കാം. അപ്പൊ ഹാൻഡ് ഓൺ ഹാൻഡ് അസിസ്റ്റൻസ് കൊടുക്കുക. വിഷ്വലായിട്ട് മോഡലിംഗ് ചെയ്യുക, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവരത് നോക്കി ചെയ്യും. ഓക്കെ, ടെക്സ്റ്റൽ എഴുതി കാണിച്ചു കൊടുക്കുക, ഇതേപോലെ ചെയ്യുന്നു പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തേ, ഇത് ഇങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പൊ പല രീതിയിലാണ് ഓരോ ഷേപ്പിംഗ് നമ്മൾ കുട്ടികളിൽ ചെയ്യാം. ഫിസിക്കൽ, അല്ലെങ്കിൽ ഹാൻഡ് ഓൺ ഹാൻഡ് അസിസ്റ്റൻസ് ചെയ്യും, ജസ്റ്റേഴ്സ് പോയിന്റിങ് ചെയ്യും, വിഷ്വൽ എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അതേപോലെ ചെയ്യാൻ പറയും, മോഡലിംഗ് നമ്മൾ തന്നെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും, ടെക്സ്റ്റൽ എഴുതി കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഷേപ്പിംഗ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് മോഡലിംഗ്. ഓക്കെ, മോഡലിംഗ് അല്ലെങ്കിൽ നമ്മൾ ഇമിറ്റേഷൻ ട്രെയിനിങ് എന്നാണ് ഇതിനെ പറയാം. മോഡലിംഗ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ട്രെയിനിങ്. ഇപ്പൊ നമ്മള് മോഡലിംഗ് അറിയാലോ, നമ്മളൊരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അത് നോക്കി കുട്ടി ചെയ്യും അല്ലെ. ഇപ്പോ കൈ ക്ലാപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ക്ലാപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും, അപ്പൊ കുട്ടി അതേപോലെ ക്ലാപ്പ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും ഈ സെറ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ മുടി കോംബ് ചെയ്യണം, അപ്പൊ നമ്മൾ കോംബ് എടുത്തിട്ട് ഇങ്ങനെ വാരണം, അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. പെൻസിൽ ഇങ്ങനെ പിടിക്കണം, അപ്പൊ കുട്ടി അതേപോലെ പിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കും, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. മറ്റേ ഒരു റൈമൊക്കെ ഇല്ലേ, ഇഫ് യു ഹാപ്പി ആൻഡ് യു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ഇല്ലേ, ആ റൈമൊക്കെ ഇല്ലേ. അപ്പൊ അതിലെങ്ങനെ ആദ്യം ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കല്ലേ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ കുട്ടി അത് കണ്ടിട്ട് അതേപോലെ ക്ലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡിസ്ക്രീറ്റ് ട്രയൽ ടീച്ചിങ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ട്രയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടി സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി നമ്മളൊരു അവസരം കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ കുഞ്ഞു കുട്ടികളെ ഉണ്ട് നോക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, കുട്ടി അത് ചെയ്യും. തെറ്റാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സമയം, ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറയാണ് രണ്ട് ബോൾ ഉണ്ട് വെച്ചാൽ, റെഡും ബ്ലൂ രണ്ട് ബോൾ ഉണ്ട്. അപ്പൊ രണ്ട് ബോൾ ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പറയാണ്, ഇതിൽ ഏതാ റെഡ് ബോൾ, ഇതൊന്ന് തൊട്ടേതൊന്ന് റെഡ് ബോൾ ഏതാന്നൊന്ന് കയ്യിലെടുത്തേന്ന് പറയുമ്പോഴേക്കും കുട്ടി കുറച്ചു നേരമൊക്കെ ഒന്ന് ആലോചിച്ച് പതുക്കെ പോയിട്ട് റെഡ് ബോൾ ആണ് എടുക്കുന്നതെങ്കിൽ, കറക്റ്റ് ഇൻസ്ട്രക്ഷൻ അതേപോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ആ റെഡ് ബോൾ തന്നെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോ ഈ കുട്ടി റെഡ് ബോൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാ, അമ്പോ ഇത്രയും അടിപൊളിയായിട്ടാണ് നീ എടുത്തേ, നിനക്ക് റെഡ് ഒക്കെ അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഇൻ കേസ് ആ റെഡ് അല്ല അവൻ എടുത്തത്, നമ്മൾ റെഡ് പറഞ്ഞെങ്കിലും കുട്ടി പോയി തൊട്ടത് ബ്ലൂ ബോളിലാണെങ്കിൽ നമ്മൾ അത് നമ്മളായിട്ട് പോയിട്ട് കറക്റ്റ് ചെയ്തത്, നമ്മൾ പറയും അയ്യോ ഇതല്ലല്ലോ റെഡ്, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ആ കുട്ടിക്ക് തന്നെ അവസരം കൊടുക്കുക കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനെയാണ് ഡിസ്ക്രീറ്റ് ട്രയൽ ടീച്ചിങ്. ഇതെല്ലാം നമ്മൾ പൊതുവേ ഇപ്പോ ചെയ്ത് കൊടുത്ത കാര്യങ്ങളായിരിക്കും, പക്ഷെ ഒരു പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഹെഡിങ്സ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം തന്നെ നമ്മൾ പലർക്കും ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് വെർബൽ ബിഹേവിയർ. വെർബൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ഇതാണ് വെർബൽ ബിഹേവിയറിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇത് അറിഞ്ഞു വെച്ചാൽ മതി. ഇതിൽ പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, വെർബൽ ബിഹേവിയറിൽ പല ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് നമ്മൾ മാൻഡ് എന്ന് പറയാം, MAND, മാൻഡ് എന്നാണ് പറയാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുട്ടി വായ തുറന്ന് ചോദിക്കും, എനിക്ക് ഇത് വേണം, അല്ലെങ്കിൽ ആ ഒരു പേര് പറയും. ഇപ്പൊ കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, വിശന്നിരിക്കുമ്പോഴാണ് കുട്ടി നോക്കിയപ്പോ അടുക്കളയുടെ അവിടെ ഒരു ബിസ്ക്കറ്റ് ഇരിക്കുന്നത് കണ്ടത്. അപ്പൊ കുട്ടി അമ്മേനെ പോയി തോണ്ടിയിട്ട് പറയാണ് അമ്മ ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പൊ കുട്ടിയുടെ ആവശ്യം കുട്ടി പറഞ്ഞു, അതിനെയാണ് മാൻഡ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് വേണ്ട സാധനത്തിന്റെ പേര് പോയി ചോദിക്കുന്നതിനെയാണ് മാൻഡ് എന്ന് പറയാ. അപ്പോ ഈ കുട്ടി പോയി ചോദിച്ചില്ലേ, ബിസ്ക്കറ്റ് ചോദിച്ചപ്പോഴേക്കും പാരന്റ്സ് എന്ത് ചെയ്യും, ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കും. അപ്പൊ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. കുട്ടി ചോദിച്ചു, അമ്മ അതെടുത്ത് കൊടുത്തു അല്ലെ, കുട്ടി പറഞ്ഞത് ശരിയായതുകൊണ്ടല്ലേ അമ്മ അതെടുത്ത് കൊടുത്തത്.
ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. അപ്പൊ അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും, അതിനുശേഷം എന്തായിരിക്കും, കുട്ടിക്ക് മനസ്സിലാവും അപ്പൊ എനിക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അമ്മ എനിക്കിത് എടുത്തു തരും. അതാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ അതിനെയാണ് മാൻഡ് എന്ന് പറയാ. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ പേര് പറഞ്ഞ് ചോദിക്കില്ലേ, അപ്പൊ അതിനെയാണ് മാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടാക്ട്. TACT, ടാക്ട്. ഓക്കെ, ടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും കുട്ടികളെ കിട്ടി നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് റോട്ടിൽ കൂടെ ഒരു പൂച്ച പോയെന്ന് വിചാരിച്ചു. അപ്പൊ പൂച്ച പോയപ്പോഴത്തേക്കും കുട്ടി പറയണേണ് അമ്മ ഇതേ പൂച്ച എന്ന് പറഞ്ഞാൽ അതിനെയാണ് ടാക്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡെയിലി മിക്കപ്പോഴും കേൾക്കുന്നതാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ പേരുണ്ടെന്ന് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ടാക്ട് എന്ന് പറയുന്നത്. വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളെ കാണുമ്പോൾ അതിനെ നെയിം ചെയ്യുന്നതിനെയാണ് ടാക്ട് എന്ന് പറയാ. മാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുക. ടാക്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളോ വസ്തുക്കളോ ഒക്കെ കാണുമ്പോഴേക്കും അതിനെ നെയിം ചെയ്യാം. പൂച്ച പോയിട്ടുണ്ടെങ്കിൽ ദേ പൂച്ച, പട്ടി, ദേ കസേര, മേശ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ടാക്ട് എന്ന് പറയാം. എക്കോയിക് നെക്സ്റ്റ് ആണ്, തേർഡ് വൺ ആണ് എക്കോയിക്. എക്കോയിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞ ഇതുപോലെ പറഞ്ഞേന്ന് പറയുമ്പോ കുട്ടി തിരിച്ചു പറയില്ലേ, അതിനെയാണ് എക്കോയിക് എന്ന് പറയാ. നെക്സ്റ്റ് ആണ് ഇൻട്രാവെർബൽ. ഇൻട്രാവെർബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുമ്പോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് അവിടെയുള്ള അല്ലെങ്കിൽ ആ ഡോറിന്റെ കളർ എന്താന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഡോറിന്റെ കളർ വേണ്ട, വേറെ എന്തെങ്കിലും പറയാം. വേറെന്തെങ്കിലും എന്താ പറയാ, ഫുഡ് രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചെന്ന് വിചാരിച്ചോ. ഞാൻ ഒരു ഉച്ചയ്ക്ക് എപ്പോഴാണ് ചോദിച്ചത്, ആ ചോദിച്ച സമയത്ത് കുട്ടി ഉത്തരം പറയാണ് ഞാൻ ഇന്ന് രാവിലെ പുട്ടാണ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഇൻട്രാവെർബൽ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ കുട്ടി അതിന് റെസ്പോണ്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനെയാണ് ഇൻട്രാവെർബൽ എന്ന് പറയാ. പക്ഷെ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ASD ഉള്ള കുട്ടികളില്ലേ, അപ്പൊ സാധാരണ നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ചിലർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കണം. എന്താ ഭക്ഷണം, പുട്ട് ആ വെള്ള കളറിലെ ആണോ അരിപ്പൊടിയുടെ ആണോ എന്നൊക്കെ പറഞ്ഞ്, അരിപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിനാണ് നമ്മൾ കളറൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ക്യൂസ്, ഇതുപോലത്തെ ക്ലൂസ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ കാണിച്ചിട്ടാണോ ആ കുട്ടി പറയുന്നതെന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻട്രാവെർബൽ അല്ല. നമ്മൾ ഒരു ക്ലൂസും കൊടുക്കാതെ, ഒരു എന്താ പറയാ, അത് ഈ കളറാണ് ആ കളറാണെന്നൊന്നും പറയാതെ ആ കുട്ടി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് അതേപോലെ ഉത്തരം പറയുന്നതിനെയാണ് നമ്മൾ ഇൻട്രാവെർബൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്ച്വൽ. ടെക്സ്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ ഒച്ചത്തിൽ വായിക്കുക, എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒച്ചത്തിൽ വായിക്കുന്നതിനെയാണ് ടെക്സ്ച്വൽ എന്ന് പറയാം. പിന്നെ ഉള്ളതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കും. ഇപ്പൊ ഡിക്റ്റേഷൻ എങ്ങനെയാ, ടീച്ചർ പറയും നമ്മൾ എഴുതും, അത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെർബൽ ബിഹേവിയർ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിഞ്ഞു വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, ഇതുപോലെ ഡിസോർഡേഴ്സ്, ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ മാൻഡ് ഉണ്ടാവായിരിക്കാം, അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കുന്നുണ്ടാവാം. പക്ഷെ ടാക്ട് ഉണ്ടാവണം എന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നെയിം ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കാര്യങ്ങള്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇത് പഠിക്കുന്നത്. മാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. മാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം ചോദിക്കുക. ടാക്ട് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെയോ എന്താണോ ആ സാധനം അതിനെ നെയിം ചെയ്യുക. എക്കോയിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുക. ഇൻട്രാവെർബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമ്മൾ വേറൊരു ക്ലൂവും കൊടുത്തില്ല, ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചുള്ളൂ, അതിന് കറക്റ്റ് ആയിട്ട് നമ്മളോട് ഉത്തരം പറയാ. ടെക്സ്ച്വൽ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ വായിക്കുക. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് നമ്മൾ എഴുതുക. ഓക്കെ, ഡിക്റ്റേഷൻ ഓർത്താൽ മതി, അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇതാണ് വെർബൽ ബിഹേവിയർ. ഇത് ക്ലിയർ ആണോ? മെസ്സേജ് ഇടുവോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് നാച്ചുറൽ എൻവയൺമെന്റ് ട്രെയിനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നാച്ചുറൽ എൻവയൺമെന്റ് ട്രെയിനിങ്. നാച്ചുറൽ എൻവയൺമെന്റൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കില്ലേ,
ഓക്കെ, നാച്ചുറലായിട്ട് ആ ഒരു സമയത്ത് അത് വന്നാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കില്ല. അതിനെയാണ് നാച്ചുറൽ എൻവയൺമെന്റൽ ട്രെയിനിങ് എന്ന് പറയാ. എന്ന് വെച്ചാൽ കുട്ടിയുടെ ഇഷ്ടം നോക്കിയാണ് നമ്മൾ ആ കാര്യം ചിലപ്പോ പറഞ്ഞു കൊടുക്കുക. ഇപ്പോ കുട്ടിയും തെറാപ്പിസ്റ്റ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് തെറാപ്പിസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടിയും അമ്മയും ആരും ആയിക്കോട്ടെ, കുട്ടീനെ നോക്കുന്ന ഒരാളും കുട്ടിയും കൂടി ഒരു റൂമിലിരുന്ന് കളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് കുട്ടി ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കുട്ടിക്ക് കാറ് ഭയങ്കര ഇഷ്ടം. അപ്പൊ കാർ എടുത്ത് ഇങ്ങനെ നോക്കി, ഹായ് അമ്മേ കാർ എന്നൊക്കെ പറയുന്ന കാറെന്ന് പറഞ്ഞു. അപ്പൊ കാറെന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലായ ആ കുട്ടിയുടെ ഇഷ്ടമാണ്. നമ്മളൊന്നും പ്രൊവോക്ക് ചെയ്തിട്ടൊന്നും പറഞ്ഞല്ല അല്ലെ, കുട്ടി സ്വന്തമായിട്ട് ആ ഒരു സമയത്ത് കാർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ആ കാർ, ആഹാ ഇത് കാറാണ്, ഈ കാറിന്റെ കളർ എന്താ, ഈ കാർ എത്രയോ വലുതാണ്, ചെറിയ കാറാണ് ഇത് അല്ലെങ്കിൽ വലിയ കാറാണ് ഇത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ആ കാറ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനെയാണ് നാച്ചുറൽ എൻവയൺമെന്റൽ ട്രെയിനിങ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നതല്ല, നമ്മൾ അവരായിട്ട് കളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. കളിക്കുന്ന സമയത്ത് കുട്ടി ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ട് അതെടുത്തിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഇരുന്ന്, ഓ ഇതാണല്ലേ കാറ്, ഇതിന്റെ കളർ എന്താ, ഇതിന്റെ കളറാണ് റെഡ് അല്ലെങ്കിൽ ഇതിന്റെ കളറാണ് ബ്ലൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം അവരായിട്ട് സംസാരിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സമയം അവർക്ക് അത് വെച്ചിട്ട് കളിക്കാൻ ടൈം അലോ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരിൽ പ്രോസസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കാർ ഇഷ്ടപ്പെട്ടു, കാറിന്റെ കളർ നമ്മൾ പറഞ്ഞു കൊടുത്തെന്ന് വിചാരിക്കുക, അതിന്റെ സൈസ് പറഞ്ഞു കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ എന്നൊക്കെ പറഞ്ഞ് തല ആട്ടി മനസ്സിലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുക കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നാച്ചുറൽ എൻവയൺമെന്റൽ ട്രെയിനിങ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആണ് പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതാണ് സാധാരണയായിട്ട് ASD ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ ഇതിലൊരു 6 ഫേസസ് വരുന്നുണ്ട്. ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കൂല, ഏതെങ്കിലും ഓരോ ഫേസസ് വെച്ച് നമ്മളിങ്ങനെ പതുക്കെ അതിൽ പറയുന്ന പോലെ ട്രെയിനിങ് കൊടുത്താണ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം, എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇതിൽ ഫേസ് 1 എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കാണിക്കുക, അങ്ങനെ മാത്രം ആലോചിക്കാം. ഒരു സാധനം കിട്ടാൻ വേണ്ടി അതിന്റെ ഫോട്ടോ കാണിക്കുന്നതാണ് ഫേസ് 1. ഫേസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ആ വീട്ടിലുള്ള ഈ കുട്ടീനെ നോക്കുന്ന ആൾക്കായിരിക്കില്ലേ. അപ്പൊ ആദ്യത്തേലെന്ന് പറഞ്ഞാൽ ഇയാള് ഈ കുട്ടിയുടെ അടുത്തായിരിക്കും, ഈ കുട്ടിയുടെ തൊട്ടടുത്തിരിക്കുമ്പോഴാണ് ഈ കുട്ടി ഈ ഫോട്ടോ കൊടുക്കുക, എനിക്ക് ഈ സാധനം വേണമെന്ന് പറഞ്ഞിട്ട്. ഫേസ് 2 എന്ന് പറഞ്ഞാൽ ഈ നോക്കുന്ന ആള് വേറെ റൂമിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കുട്ടി ഈ പിക്ചർ കണ്ടുപിടിച്ചിട്ട് ആവശ്യം എന്താണോ വേണ്ടത് അതിന്റെ പിക്ചർ കണ്ടുപിടിച്ചിട്ട് എവിടെ പോവും, ഈ അപ്പുറത്തെ റൂമിലുള്ള ആ ഒരു ആളുടെ അടുത്ത് പോയിട്ട് ആ പിക്ചർ കൊടുക്കുക. അതാണ് ഫേസ് 2. ഫേസ് 3 എന്ന് പറഞ്ഞാൽ കുറെ ഡിഫറെന്റ് പിക്ചേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് കുട്ടിക്ക് എന്താണോ വേണ്ടത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതാണ് ഫേസ് 3. ഫേസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഇത് എന്തിനാണെന്നറിയോ ഉപയോഗിക്കുന്നത്, ഈ കുട്ടികള് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഓട്ടിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ സംസാരിക്കില്ല, അവര് ചിലപ്പോ ജസ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും കാണിക്കുക. നമ്മൾ കുറെ പറഞ്ഞാലാണ് അവര് എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇത് ഫോക്കസ് എന്ന് വെച്ചാൽ അവർ ഇത് ആവുമ്പോഴത്തേക്കും അവർക്ക് പിക്ചേഴ്സ് വെച്ചിട്ട് സംസാരിച്ചാൽ മതി. വായ കൊണ്ടല്ല, അവര് പിക്ചേഴ്സ് ആണ് ആദ്യമേ പതുക്കെ കാണിച്ച് നമ്മൾ പതുക്കെ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഫേസ് ആയിരുന്നു പറഞ്ഞ, ഫേസ് 4. ഫേസ് 4 പതുക്കെ ഒരു സെന്റൻസ് സ്ട്രിപ്പ് ഉണ്ട്, അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞുതരാം. ഫേസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റണം, എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് പിക്ചർ ആയിട്ട് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് ഫേസ് 5. ഫേസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സംസാരിക്കാനായിട്ട് തുടങ്ങണം, കമന്റ് ചെയ്യാനൊക്കെ തുടങ്ങണം. അതാണ് ഫേസ് 6. എനിക്കറിയാം ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന്, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, ഒരു കുട്ടിക്ക് ഒരു ആപ്പിൾ വേണം എന്ന് വിചാരിക്കുക, അതാണ് സിറ്റുവേഷൻ. നമ്മള് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ആപ്പിൾ വേണം. അപ്പൊ ഫേസ് 1 എന്താ പറഞ്ഞേ, പിക്ചർ കൊടുക്കാന്നുള്ളതല്ലേ. അപ്പൊ ഫേസ് 1 എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മള് ആ കുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ഓക്കെ, ASDയോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസോ ഉള്ള കുട്ടികളുടെ അടുത്ത്, ഇപ്പൊ LD എന്നുള്ളത് ഇത് ആവശ്യമായിട്ട് വരില്ല, നമ്മൾ ആ കുട്ടീനെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാം. അപ്പൊ നമ്മൾ കുട്ടിയുടെ ഫ്രണ്ടിൽ പോയിരുന്നു, അപ്പൊ എന്റെ കയ്യിൽ ഒരു ആപ്പിളിന്റെ ഒരു പിക്ചർ ഉണ്ട്,
ഒരു കയ്യിൽ ഒരു റിയൽ ആയിട്ടുള്ള ആപ്പിൾ ഉണ്ട്. കുട്ടിക്ക് ആപ്പിൾ കഴിക്കണം എന്നുള്ള ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട്, ആപ്പിളിന്റെ പിക്ചറും ഉണ്ട്, ആപ്പിളും ഉണ്ട്. അപ്പൊ ഞാൻ ഇതായിട്ട് കുട്ടിയുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കും. എന്നിട്ട് ഞാൻ ഈ പിക്ചർ ആ ഫ്രണ്ടിൽ വെക്കും, ഈ കുട്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാണ്, ഈ ആപ്പിൾ വേണമെങ്കിൽ നീ പിക്ചർ എനിക്ക് തരണം, ഈ ആപ്പിൾ വേണമെങ്കിൽ മോനി പിക്ചർ എന്റെ കയ്യിലേക്ക് തന്നേന്ന് പറയുമ്പോഴേക്കും കുറെ സമയം എടുക്കും. നമ്മൾ ഈ പറയുമ്പോ തന്നെ ആ പിക്ചർ എടുത്തരില്ല, കുറെ സമയം എടുത്ത് പതുക്കെ ആ പിക്ചർ എടുത്ത് നമ്മുടെ കയ്യിൽ തരില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കയ്യിലുള്ള ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇതിനെയാണ് ഫേസ് 1 എന്ന് പറയാം. നമ്മളുടെ ഫുൾ അസിസ്റ്റൻസ് അവിടെ വേണം അല്ലെ, നമ്മൾ ആ കുട്ടിയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അവരാ പിക്ചർ തന്നിട്ടാണ് അവരുടെ ആവശ്യം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിക്ചർ തരുമ്പോഴാണ് നമ്മൾ റിവാർഡ് ആയിട്ടാണ് ഈ ഒറിജിനൽ ആയിട്ടുള്ള ആപ്പിൾ ആ കുട്ടിക്ക്. ഒരു സംശയം, ഇത് നമ്മൾ ഒരുപാട് ചിത്രങ്ങളുടെ ഇടയിൽ നിന്നാണോ കുട്ടി എടുക്കേണ്ടത്, അതോ കയ്യിലുള്ള ചിത്രം എടുക്കുകയാണോ ചെയ്യുന്നത്? ഇത് നമ്മൾ ആകെ ഒരു പിക്ചറെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഫസ്റ്റ് ഫേസ് അല്ലേ, ഈ ഫേസ് 1 അല്ല. അപ്പൊ ആ പിക്ചർ നമ്മൾ എവിടെ വെക്കുന്നു? കുട്ടിക്ക് എടുക്കാനായിട്ട് നമ്മൾ എവിടെ വെക്കുന്നു? നമ്മുടെ കയ്യിലാണോ അതോ പുറത്ത് വെക്കുന്നു? നമ്മുടെ കയ്യിലല്ല. കുട്ടി നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ താഴെ, നമ്മൾ രണ്ടുപേരും ഇരിക്കണേന്ന് വിചാരിച്ചോ, കുട്ടിയും ഇരിക്കണേന്ന് നമ്മൾ ഇരിക്കുക. അപ്പൊ നമ്മൾ ആ ഫോട്ടോ കുട്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ താഴെ ഫ്ലോറിൽ ഇട്ട് കൊടുത്താൽ മതി, എന്നിട്ട് എടുക്കാൻ പറയണം. അപ്പൊ കുറെ സമയം എടുത്തിട്ട് ആ കുട്ടി ഒരു പിക്ചർ എടുക്കുള്ളൂ, ഒറ്റ ഒരു പിക്ചറേ ഉള്ളൂ, ആ താഴെ വെച്ച് കൊടുക്കുക. മനസ്സിലായ? ഓക്കെ. അപ്പൊ അതാണ് ഫേസ് 1. നമ്മൾ ആ കുട്ടിയുടെ ഫ്രണ്ടിൽ ആ ഫോട്ടോ പിക്ചർ വെച്ചു കൊടുത്തു. കുട്ടി എന്ത് ചെയ്ത് പതുക്കെ പിക്ചർ എടുത്ത് കാണിച്ചപ്പോ നമ്മൾ ആപ്പിൾ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ആയിരിക്കും സാധാരണ ASD ഉള്ള കുട്ടികൾക്ക് നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ആയിരിക്കും തുടങ്ങാം. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് PECS ബുക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആമസോണിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇങ്ങനത്തെ ബുക്സ് ഉണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ കുറെ പിക്ചേഴ്സ് ഉണ്ടാവും. പിൻട്രസ്റ്റിലും ഉണ്ടാവും കേട്ടോ. പിൻട്രസ്റ്റ് ആപ്പില്ലേ, അതില് PECS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ആരെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പിക്ചർ ഇടാം. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫോട്ടോസ് ഉണ്ടാവും. അവർക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങള്, ജസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് അതാണ് കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഫേസ് 2 എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ബുക്ക്. അപ്പൊ ഇതിൽ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഫ്രൂട്ട്സിന്റെ മാത്രം പടങ്ങളേ ഉള്ളൂ. അതാണെങ്കിൽ ഫേസ് 2 എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്ന് ഈ കുട്ടി ആപ്പിളിന്റെ മാത്രം എടുക്കും. ആപ്പിൾ അല്ലേ വേണ്ടത്, ആപ്പിളിന്റെ എടുത്തിട്ട് നേരത്തെ തൊട്ടടുത്താണ് ആരിരുന്നത്, ആ കെയർ ടേക്കർ ഇരുന്നത്. ഈ സമയത്ത് ആ കെയർ ടേക്കർ അപ്പുറത്തെ റൂമിലാന്ന് വിചാരിച്ചു. കുട്ടി ഒറ്റയ്ക്കാണ്, കുട്ടിക്ക് ആപ്പിൾ വേണം. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ഈ ഓൾറെഡി ഈ പിക്ചർ വെച്ചേക്കുന്ന സ്ഥലം കുട്ടിക്ക് അറിയാം. അവിടെ ചെന്ന് അതിന്ന് ഈ ആപ്പിളിന്റെ പിക്ചർ എടുത്ത് തൊട്ടപ്പുറത്തെ റൂമിലുള്ള കെയർ ടേക്കറിന്റെ അടുത്ത് പോയി ഇത് കാണിച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ കുറച്ചും കൂടി ഡിസ്റ്റൻസ് കുട്ടി നടന്നു എന്നിട്ടാണ് ഇത് കാണിച്ചത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഫേസ് 2. നമ്മൾ ഫേസ് 1 ട്രെയിനിങ് ഇതുപോലെ കൊടുത്ത് നെക്സ്റ്റ് ഫേസ് ആണ് ഇത്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കണം, അറിഞ്ഞുകൊണ്ട് തന്നെ മാറി നിൽക്കുക. അപ്പൊ കുട്ടി ഇതുപോലെ നമ്മളുടെ അടുത്തേക്ക് വരും. ഇനി ഫേസ് 3 ആണ്. നമ്മളിപ്പോ ഫ്രൂട്ട്സിന്റെ മാത്രമല്ല, കുറെ വെറൈറ്റി ഓഫ് പിക്ചേഴ്സ് ഒക്കെ, ഫ്രൂട്ട്സ് മാത്രമല്ല, ഫ്രൂട്ട്സിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ടോയ്സിന്റെ എല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പിക്ചർ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കാൻ. അതിൽ നിന്ന് കുട്ടി കറക്റ്റ് ആയിട്ട് ഈ ആപ്പിളിന്റെ പിക്ചർ സെലക്ട് ചെയ്യാന്നുള്ളതാണ് ഫേസ് 3. ഓക്കെ. ഇനി ഫേസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം നമ്മൾ പിക്ചേഴ്സ് മാത്രല്ലേ. ഫേസ് 4 എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ ഒരു സ്ട്രിപ്പ് ഉണ്ട്. അത് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്താണോ എന്നുള്ളത് കുട്ടീനെ പതുക്കെ നമ്മളത്, ചിലപ്പോ കുട്ടിക്ക് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കാണ് ചെയ്യുക. ഒരു സെന്റൻസ് സ്ട്രിപ്പ് ഉണ്ടാക്കുക. അപ്പൊ അതില് ഓക്കെ, അതിൽ ഐ വോണ്ട്, എനിക്ക് വേണം, അല്ലെങ്കിൽ ഐ വോണ്ട് എന്ന് എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ ഫേസ് 4 പഠിപ്പിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അതിന്റെ തൊട്ട് മുമ്പില് ഈ ഒരു സെന്റൻസിന്റെ പേപ്പറും കൂടി വെക്കണം. ആപ്പിള് വേണമെങ്കിൽ ആപ്പിളിന്റെ പിക്ചറിന്റെ തൊട്ട് മുന്നേ ഐ വോണ്ട് ആപ്പിൾ, ഐ വോണ്ട് എന്നുള്ള ആ ഒരു സ്ട്രിപ്പ് ആപ്പിളിന്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി പറയണം. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുക. അതിങ്ങനെ വെച്ച് പതുക്കെ ആ കുട്ടി അത് പഠിച്ചെടുത്തോളും. ഓക്കെ. അപ്പൊ അതാണ് ഫേസ് 4. എനിക്ക് ആപ്പിൾ വേണം എന്നുള്ളത്. അപ്പൊ എനിക്ക് വേണം, എനിക്ക് വേണ്ട, അങ്ങനത്തെ രീതിയിൽ നമ്മൾ സെന്റൻസ് സ്ട്രിപ്പ് ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. ഇനി ഫേസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അപ്പൊ ഫേസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇങ്ങനെ വെച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ഐ വോണ്ട് ആപ്പിൾ. ആ കുട്ടി ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ് 5 നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, മറ്റേത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് അല്ലെങ്കിൽ കുട്ടിക്ക് വേണോന്നുള്ളപ്പോഴാണ് കുട്ടി ഇത് കാണിക്കുക. ഫേസ് 5 എത്തുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കാം, നിനക്ക് എന്താ വേണ്ടേ, മോൻ എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഐ വോണ്ട് ആപ്പിൾ എന്ന് കറക്റ്റ് ആയിട്ട് ആ പിക്ചേഴ്സ് വെച്ചിട്ട് ഫോം ചെയ്യാനായിട്ട് പറ്റണം, ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഓക്കെ, അതാണ് ഫേസ് 5. ഇനി ഫേസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഐ വോണ്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് വോണ്ട്, എനിക്ക് വേണം, എനിക്ക് വേണ്ട, ഇതൊക്കെയല്ലേ സ്ട്രിപ്പിൽ എഴുതി വെച്ചത്. ഫേസ് 6 ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സെന്റൻസിന്റെ സ്റ്റാർട്ടർ ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അതൊന്ന് 2-3 സ്ട്രിപ്പ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്താ, ഐ സീ, ഐ ഹിയർ, ഐ ഫീൽ എന്നൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ കുഞ്ഞതായിട്ട് എഴുതിയിട്ട് കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോ ആപ്പിളിന്റെ കാര്യമാണ് പറഞ്ഞത്, അപ്പൊ അതുപോലെ വേറെ എന്തെങ്കിലും ഒരു പൂച്ചനെ കണ്ട സമയത്ത് ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ സിയും പിന്നെ ഒരു കാറ്റിന്റെ പിക്ചറും വെച്ചിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഐ സി കാറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫേസ് 6 വരുമ്പോൾ നമ്മൾ പതുക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഇത്രയും കാര്യം ഈ ഓരോ ഫേസസിലൂടെ അല്ലേ അവർ കടന്നു പോവുക. ഫേസ് 6 ആകുമ്പോഴേക്കും അവർ പതുക്കെ പറയാനായിട്ട് തുടങ്ങും. എനിക്ക് ആപ്പിള് വേണം, ഞാൻ പൂച്ചനെ കണ്ടു എന്നൊക്കെ പതുക്കെ. ഓക്കെ, ഭയങ്കര സ്ലോ പ്രോസസ് ആണ്, എന്നാലും അവർ പറയാനായിട്ട് തുടങ്ങുന്നത് ഫേസ് 6-ലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത് നമ്മൾ ട്രെയിനിങ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ ഇതിന് പിക്ചേഴ്സ് ആണ് വാങ്ങി വെക്കേണ്ടത്. ഈ ഒരു റെമഡി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താ, പിക്ചേഴ്സ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? യെസ് മാം. ഇപ്പൊ ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ഒരു കാര്യം യൂസ് ചെയ്യുക? അതായത് ASD തന്നെ ഇപ്പൊ റീഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാവും. ചില കുട്ടികളാണെങ്കിൽ പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോ നോൺ വെർബൽ ആയിട്ടുള്ള കുട്ടികളിലാണോ ഇത് യൂസ് ചെയ്യേണ്ടത്? ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ASD മെയിൻ ആയിട്ട് വരുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ പ്രശ്നമായിരിക്കും. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ചിലവർക്ക് ഉണ്ടാവാം, ചിലർക്ക് ഉണ്ടാവാതിരിക്കാന്ന് പറഞ്ഞില്ലേ. ആ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻ പ്രശ്നമുള്ള അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സിങ് കറക്റ്റ് അല്ലാത്ത കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കാം. അധികം സംസാരിക്കാത്ത, ഐ കോണ്ടാക്ട് തരാത്ത അങ്ങനെയുള്ള കുട്ടികളില്ലേ, അവർക്ക് നമുക്കിത് കൊടുക്കാം. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്ക് ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇതായിരിക്കില്ല കൊടുക്കുന്നത്, വേറെ അതനുസരിച്ചുള്ള കോൺസെൻട്രേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുക. ഇതിപ്പോ സോഷ്യൽ ഇന്ററാക്ഷനും അതുപോലെ ലാംഗ്വേജ് കിട്ടുന്നില്ല, അവർക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നാണെങ്കിലാണ് നമ്മൾ ഇത് പതുക്കെ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം, താങ്ക് യു. ഇനി നെക്സ്റ്റ് വണ്ണാണ്, ഞാൻ പേപ്പറിലാണ് എഴുതിയത്, നിങ്ങൾ ഇടക്കിടക്ക് ഞാൻ പേപ്പർ മറക്കുന്നത് കാണുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് വണ്ണാണ് പിവോട്ടൽ റെസ്പോൺസ് ട്രെയിനിങ്. എന്താണ് പിവോട്ടൽ റെസ്പോൺസ് ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ കൊണ്ട് അത് നമ്മളൊരു ചോയ്സ് കൊടുക്കുന്ന പോലെയാ, കുട്ടി സെലക്ട് ചെയ്തിട്ട് എന്ത് വേണം എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതായിട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. ഇപ്പോ കുട്ടി ഒരു ടോയ് നോക്കിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അപ്പൊ അവന്റെ കയ്യിലില്ല കേട്ടോ, ആ കൊച്ചിന്റെ കയ്യിലില്ല ആ ടോയ്, കുറച്ച് നീങ്ങിയുള്ളത്. ഇപ്പൊ നമ്മളുടെ അടുത്താണ് ആ ടോയ് ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ കുട്ടി ഈ ടോയിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ടോയ് എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കില്ലേ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കൂലേ, കുട്ടികളോട് ചോദിക്കില്ലേ, അതേപോലെ നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക കുട്ടികളിൽ. അപ്പൊ കുട്ടിക്ക് അത് വേണ്ടി വരും അല്ലെ, എന്തായാലും അത് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് പതുക്കെ നീങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലർ അവിടെ തന്നെ ഇരുന്ന് വീണ്ടും ഇത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ ബോളാണെന്ന് വിചാരിക്കും, ബോളാണ് എന്റെ കയ്യിലുള്ളത്, കുട്ടിക്ക് ഈ ബോളിലോട്ടാണ് ഫുൾ നോട്ടമുള്ളത്. അപ്പൊ ഞാൻ ഈ ബോള് വേണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോ കുട്ടി ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ബോള് വേണമെങ്കിൽ നീ ബോൾ എന്ന് പറ, അങ്ങനെ പറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സൗണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കല്ലേ. അപ്പൊ കുട്ടി അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ മതി, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ അവർക്ക് റിവാർഡ് ചെയ്യാം, വെർബലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ റിവാർഡ് ചെയ്യുക. അതാണ് പിവോട്ടൽ റെസ്പോൺസ് ട്രെയിനിങ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മളായിട്ട് അത് പഠിപ്പിച്ചല്ല, അവർക്ക് അതിനോടുള്ള ഇഷ്ടം നമ്മൾ കണ്ടത് കൊണ്ട് നമ്മൾ അത് എടുത്തിട്ട് ഒരു കാര്യം അവരെ കൊണ്ട് പറയിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതാണ് പിവോട്ടൽ റെസ്പോൺസ് ട്രെയിനിങ്. നെക്സ്റ്റ് വൺ ആണ്
ടാസ്ക് അനാലിസിസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ നമ്മളത് കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം ആ ടാസ്കിനെ ഐഡന്റിഫൈ ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്യുക, എന്നിട്ട് എങ്ങനത്തെ രീതിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കുക. അതാണ് ടാസ്ക് അനാലിസിസ് ട്രെയിനിങ്ങിൽ വരുന്നത്. അപ്പൊ ഇതില് 2 രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഫോർവേഡ് ചെയിനിങ്, ബാക്ക്വേർഡ് ചെയിനിങ്. ഇപ്പൊ സാധാരണ നമ്മൾ ഫോർവേഡ് ചെയിനിങ് ആണ് കൊടുക്കുക, ബാക്ക്വേർഡ് ചെയിനിങ് കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ രണ്ടും പറഞ്ഞു പോവാം. ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കൈ കഴുകാൻ പഠിപ്പിക്കണം. കുട്ടീനെ കൈ കഴുകാൻ പഠിപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് എന്താ, ആദ്യം ആ പൈപ്പ് തുറക്കണല്ലേ. അപ്പൊ പൈപ്പ് തുറക്കാനുള്ളതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. അത് മാത്രം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അത് മാത്രം പഠിപ്പിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ഹാൻഡ്സ് വെറ്റ് ചെയ്യണം അല്ലെ, വെള്ളം ഉപയോഗിച്ചിട്ട് ഹാൻഡ്സ് വെറ്റ് ചെയ്യുക. 3-ാമത്തെ സ്റ്റെപ്പ് ഹാൻഡ് വാഷോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പമ്പ് ചെയ്ത് കയ്യിലിടുക. ഇതൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കില്ല, കുറച്ച് സമയം എടുത്ത് ആയിരിക്കും അവര് പഠിപ്പിക്കുക. പിന്നെ കൈ ഹാൻഡ് വാഷ് ഇട്ട ശേഷം കൈ രണ്ടും റബ്ബ് ചെയ്യണം അല്ലെ, ഫുൾ കൈ റബ്ബ് ചെയ്യണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ. പിന്നെന്താ, സ്ക്രബ് ചെയ്യുക കൈ, പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചൊന്ന് റിൻസ് ചെയ്യുക, പൈപ്പ് അടക്കുക, ഏറ്റവും അവസാനം ഹാൻഡ്സ് ഡ്രൈ ചെയ്യുക. ഇതിനെയാണ് ഫോർവേഡ് ചെയിനിങ് എന്ന് പറയാം. എങ്ങനെയാണോ അതിന്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ ബ്രേക്ക് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഇനി ബാക്ക്വേർഡ് ചെയിനിങ് ഉണ്ട്. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ചെയ്യണത് തുടങ്ങി ആദ്യത്തിലേക്ക് പഠിച്ചു വരിക എന്നുള്ളത്. ഇപ്പം ഷൂസ് ടൈ ചെയ്യാനാണെങ്കിൽ ബാക്ക്വേർഡ് ചെയിനിങ് ആണ്. ഷൂസ് ടൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ കുട്ടീനെ പഠിപ്പിക്കാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഷൂ ലേസ് കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോ ഇവരോട് പറയും ആ ലേസിൽ പിടിച്ചൊന്ന് ടൈറ്റ് ആക്കാൻ പറയും. അതാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. നമ്മൾ ഓൾറെഡി കെട്ടി കൊടുത്തു വന്നാലും ഏറ്റവും അവസാനം നമ്മളിങ്ങനെ ടൈറ്റ് ആക്കൂലേ, ആ ടൈറ്റ് ആക്കല് ഈ കുട്ടീനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുക. രണ്ടാമത്തത് നമ്മൾ ഈ എങ്ങനെയാണോ കെട്ടുന്നേന്നുള്ളതായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. 3-ാമത്തത് ഇത് എങ്ങനെയാണ് ഈ ലേസ് തമ്മിൽ ക്രോസ് ചെയ്യുന്നത്, അതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രം ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഏറ്റവും അവസാനം തുടങ്ങി ആദ്യത്തിലേക്ക് വരുന്ന പോലെ. അപ്പൊ ആദ്യം ലൂപ്സ് ടൈറ്റ് ആക്കാൻ പഠിപ്പിക്കുക, പിന്നെ ലൂപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കുക, എങ്ങനെയാണിത് ക്രോസ് ചെയ്ത് വെക്കണ്ടേന്നുള്ളത് പഠിപ്പിക്കുക, പിന്നെ ഈ 2 ലേസിൽ പിടിപ്പിക്കുക. ഓക്കെ, ബാക്കിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ടാസ്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ 2 രീതിയിലാണുള്ളത്, ഫോർവേഡ് ചെയിനിങ്ങും പിന്നെ അതുപോലെ ബാക്ക്വേർഡ് ചെയിനിങ്ങും. ക്ലിയർ ആണോ? മെസ്സേജ് ഇടാവോ? ഓക്കെ, നെക്സ്റ്റ് ഞാൻ നമ്മളുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് അസസ്മെന്റും വർക്ക്ഷീറ്റ്സ് ആണ്. അതില് എനിക്ക് തോന്നുന്നു അത് നമുക്ക് നാളെ എടുക്കാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പോസ്റ്ററിലുള്ള പോലെ നമ്മൾ ഇന്ന് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ആണ്. അപ്പൊ നാളെ നമ്മൾ വർക്ക്ഷീറ്റ്സും അസസ്മെന്റ് ഷീറ്റും പിന്നെ ട്രെയിനിങ് എങ്ങനെ കൊടുക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നൊക്കെ ഉള്ളതാണ്. ഫൈനൽ ക്ലാസ് നമുക്ക് നാളെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എല്ലാം ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ചോദിക്കാൻ? പിന്നെ ഞാൻ നോട്ട്സ് ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല, കാരണം അതിൽ ഫുൾ നോട്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇടാന്ന് വെച്ചത്. ഞാൻ എന്തായാലും നാളെ നമുക്ക് പഠിക്കാനുള്ള വർക്ക്ഷീറ്റ്സ് ഉണ്ട്. അപ്പൊ അത് ഞാൻ നാളെ ഒരു ഉച്ച ചെയ്യുമ്പോഴേക്കും വർക്ക്ഷീറ്റ്സ് ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലേ, അപ്പൊ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട്, സൂം ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് വാട്സാപ്പിൽ ആ വർക്ക്ഷീറ്റ്സ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഹലോ മാം. ചോദിച്ചോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ പെക്സിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ മോസ്റ്റ്ലി കുട്ടികള് നെയിം കോളിങ്ങും ഐ കോണ്ടാക്റ്റും തരാത്തവരായിരിക്കില്ലേ? നെയിം കോളിംഗ് ഒന്നുകൂടി ഒന്ന് പറയാമോ? പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞപ്പോ മോസ്റ്റ്ലി ഐ കോണ്ടാക്റ്റും നെയിം കോളിംഗ് റെസ്പോൺസും കുറവായിരിക്കുമല്ലോ ഈ കുട്ടികളില്. ഫസ്റ്റ് അതില് നമ്മൾ വർക്ക് ചെയ്തിട്ടാണോ പിന്നെ ഈ ഒരു പിക്ചർ എക്സ്ചേഞ്ച് അങ്ങനെയാണോ ചെയ്യേണ്ടത്, അതോ അതിന് വേറെ ടെക്നിക്സ് അങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
ഇല്ല, നമ്മൾ ഐ കോണ്ടാക്ട് തരാത്ത കുട്ടികളൊക്കെ ഇല്ലേ, അവർക്ക് ആദ്യമേ നമ്മൾ ഈ പിക്ചർ എക്സ്ചേഞ്ചാ പഠിപ്പിക്കുന്നത്. വെച്ചാൽ ആദ്യം അവരായിട്ടൊരു റാപ്പോ ബിൽഡ്, അവർ ഉറപ്പായിട്ട് നോക്കൂല, നമ്മളുടെ ആ ഒരു ട്രൈയിങ് പോലെ ഇരിക്കും. അവർക്ക് നമ്മൾ പെക്സ് ആണ് ആദ്യമേ കൊടുക്കുന്ന എന്താ പറയാ ഒരു റെമഡിയൽ ടെക്നിക്ക് എന്ന് പറഞ്ഞ ഇത് തന്നെയാണ്. ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നൊന്ന് ഗൂഗിളിലോ പിൻട്രസ്റ്റിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. PECS എന്ന് പറഞ്ഞിട്ട് കുറെ പിക്ചേഴ്സ് ഉണ്ട്, നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഈ ആനിമേഷൻ ടൈപ്പ് ഒക്കെ ഉള്ള പിക്ചേഴ്സ് ഇല്ലേ. അതുപോലെ നമ്മൾ ആപ്പിളിന്റെ കാര്യമാണല്ലോ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ വേണം വേണ്ട എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഈ ഇമോജി വെച്ചിട്ടുള്ള അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണേ. അപ്പൊ നമുക്കത് പ്രിന്റ് ഔട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൊടുക്കുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതിന്റെ ബുക്ക് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ ഉണ്ടാവും, പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം, ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ഈ ABA അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ഡിസൈറബിൾ ബിഹേവിയറിന് റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു, ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കൂട്ടുന്നു, പിന്നെ ന്യൂ ബിഹേവിയർ പഠിപ്പിക്കുന്നു അല്ലെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ മാഡം പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഒക്കെ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഇത്ര പ്രിൻസിപ്പിൾസ് അതിനുണ്ട്. അപ്പൊ ആവശ്യം വരുന്ന ഇതനുസരിച്ചല്ലേ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടേ. ഹലോ, പറഞ്ഞോ. ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നണേ. ഒരു കാര്യം, ഗ്രൂപ്പിലാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഇടാമോ മെസ്സേജ്? ക്ലിയർ ആവണില്ല, അതുകൊണ്ടാ. ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇടോ? എനിക്ക് തോന്നുന്നു ചോദിച്ചത് ഈ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും ഓരോ കുട്ടീനെ അനുസരിച്ച് നമ്മളായിട്ട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന അങ്ങനെയാണോ ചോദിച്ചത്? അതാണെന്ന് തോന്നണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് കുട്ടീനെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ആ കുട്ടി വരുമ്പോഴേക്കും കുട്ടിയുടെ നമ്മളൊന്ന് റാപ്പോ ബിൽഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവുമല്ലോ കുട്ടി എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആ കുട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത് നമ്മളിപ്പോ തിയററ്റിക്കലി മാത്രമേ നോക്കിയത്. ഇപ്പൊ ഇനി നാളെ നമ്മൾ വർക്ക് ഷീറ്റ്സ് ഒക്കെ പറയില്ലേ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം അതാണ് നമ്മൾ പാരന്റ്സിന് കൊടുക്കേണ്ടതും നമ്മളുടെ കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതും. അപ്പൊ ഈ റെക്കോർഡിംഗ് ഒക്കെ പല രീതിയിലാണ്, പല വർക്ക് ഷീറ്റ്സിലാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന റെമഡിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഈ തെറാപ്പി ടെക്നിക്സ് എന്ന് പറയുന്നത് സിമിലർ ആണ്. അപ്പോൾ ഏത് കുട്ടിക്ക് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് തോന്നുന്ന ടെക്നിക്ക് ഏതാണോ അത് നമുക്ക് കൊടുക്കാം. അപ്പൊ അത് നാളത്തെ ക്ലാസ്സിലാണ് ഫുള്ളായിട്ട് പറയാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ആദ്യമൊക്കെ ഞാനിങ്ങനെ മീറ്റിംഗ് കൂടുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടോ, ഞാൻ എപ്പോ വേണമെങ്കിലും റിപ്ലൈ തരാം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. Okay, yes, ma'am. Okay, ma'am. Thank you. ഓക്കെ, താങ്ക് യു. അപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെയും ഫീഡ്ബാക്ക് ഒന്ന് പറ്റുന്നവരൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഇടാം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് വരുത്താം. നാളെയാണ് നമ്മളുടെ ഫൈനൽ ക്ലാസ്. നാളെ ടെക്നിക്സും റിസോഴ്സസും ഇതൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുക. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. Okay, good night, ma'am. Thank you, ma'am. Night. Thank you, ma'am. Thank you. Welcome.
എല്ലാം ഈച്ച് എന്ന് പറയാണ്ട് കണ്ടുപിടിക്കണം.